Hi, my dears. Today we are going to discuss the last topic of our electrochemistry, that is corrosion of metals. This is a familiar topic, right? So let us see what is corrosion and its definitions and all. So, corrosion is the process which involves the chemical destruction of a metal as a result of its reaction with the gases and moisture present in the environment. For example, റസ്റ്റിംഗ് ഓഫ് അയൺ, ടർണിഷിംഗ് ഓഫ് സിൽവർ എക്സെട്ര. അപ്പോൾ എന്താണ് കൊറോഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു മെറ്റൽ തൻ്റെ എൻവയോൺമെൻറ്റിലുള്ള ഗ്യാസസും മോയ്സ്ചറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ആ മെറ്റലിലെ കെമിക്കൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അങ്ങനെയുള്ള കെമിക്കൽ ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുക. അതായത് കെമിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ. എന്തുകൊണ്ട്? ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് ദ ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതിന് എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ, ടർണിഷിംഗ് ഓഫ് സിൽവർ എക്സെട്ര. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് കൊറോഷൻ. There are two types of corrosion: direct chemical corrosion or dry corrosion and electrochemical corrosion or wet corrosion. In direct chemical corrosion, subdivisions are there. First one is oxidation corrosion, then corrosion by gases other than oxygen. Third one is liquid metal corrosion. Let us discuss each one of them. First one is direct chemical corrosion or dry corrosion. From the name itself, we can get a small clue that it is a direct one. So let us see what is it. This type of corrosion occurs by the direct chemical action of atmospheric gases such as oxygen, halogens, hydrogen sulfide, carbon dioxide, nitrogen, etc. with metal surface in immediate proximity in the absence of moisture. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കെമിക്കൽ കൊറോഷൻ അല്ലെങ്കിൽ ഡ്രൈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ? ഈ കൊറോഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റൽ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, ഹാലജൻസ്, ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെയുള്ള ഗ്യാസസ് ആയിട്ടൊക്കെ മെറ്റൽ ഡയറക്റ്റായിട്ട് റിയാക്ഷൻ നടക്കും, വിച്ച് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. ഇങ്ങനെയുള്ള കൊറോഷനെയാണ് നമ്മൾ ഡയറക്റ്റ് കെമിക്കൽ കൊറോഷൻ എന്ന് പറയാം. മെറ്റൽ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ, ഇറ്റ് ഷുഡ് ബി നോട്ടഡ്, വിച്ച് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. അതിൽ ഫസ്റ്റ് സബ് ഡിവിഷൻ ഓക്സിഡേഷൻ കൊറോഷൻ. This occurs by the direct action of oxygen at low or high temperatures on metals in the absence of moisture. Alkali and alkaline earth metals are oxidized even at low temperatures, whereas most of the metals are oxidized at high temperatures. Sometimes a protective oxide layer is formed on the surface of the metal which prevents further attack by oxygen on the metal. എന്താണ് ഓക്സിഡേഷൻ കൊറോഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷൻ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽസ് എന്ത് ചെയ്യും? ലോ ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ, ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ലോ ഓർ ഹൈ ടെമ്പറേച്ചറിൽ ഡയറക്റ്റ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ നടക്കും. മെറ്റൽ undergo direct action with oxygen at low or high temperature in the absence of moisture. മോയ്സ്ചറിൻ്റെ ആബ്സെൻസിലെ മെറ്റൽ ഓക്സിജനായിട്ട് ഡയറക്റ്റ് ആക്ഷൻ നടക്കും. ലോ ടെമ്പറേച്ചർ ആവും, ഹൈ ടെമ്പറേച്ചർ ആവും. അങ്ങനെയുള്ളതിനാണ് ഓക്സിഡേഷൻ കൊറോഷൻ എന്ന് പറയുന്നത്. നോർമലി ആൽക്കലി ആൻഡ് ആൽക്കലിൻ എർത്ത് മെറ്റൽസ് ആണ് ലോ ടെമ്പറേച്ചറിൽ ഓക്സിഡൈസ് ചെയ്യുക. വേറെ മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് ഹൈ ടെമ്പറേച്ചറിലാണ് ഓക്സിഡൈസ് ചെയ്യുക. ചില കേസസിൽ മെറ്റലിൻ്റെ സർഫസിന് മുകളിൽ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലെയർ ഉണ്ടെങ്കിൽ ഈ ഓക്സിജനെ വന്ന് മെറ്റലിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് കൊറോഷൻ ബൈ ഗ്യാസസ് അതർ ദാൻ ഓക്സിജൻ. It occurs by the direct chemical action of atmospheric gases such as halogens, hydrogen sulfide, carbon dioxide, nitrogen, etc. with metal surface, and the extent of which depends upon the chemical affinity between the metal and the gas evolved. If a protective layer of a metallic compound is formed on the surface of a metal, further corrosion is prevented. അതായത് നെക്സ്റ്റ് വൺ ഈസ് കൊറോഷൻ ബൈ ഗ്യാസസ് അതർ ദാൻ ഓക്സിജൻ. ഓക്സിജൻ അല്ലാതെ വേറെ ഗ്യാസസ് മൂലമുള്ള കൊറോഷൻ. ഇവിടെ എന്താ സംഭവിക്കുക? മെറ്റൽസ് ഡയറക്റ്റ് ആക്ഷൻ ആയിരിക്കും. മെറ്റൽസ് ഹാലജൻസ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഇതുപോലുള്ള ഗ്യാസായിട്ട് ഡയറക്റ്റ് കെമിക്കൽ ആക്ഷൻ നടക്കും. ആൻഡ് ഇവരുടെ ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ അത് ആ പെർട്ടിക്കുലർ മെറ്റലിന് ആ പെർട്ടിക്കുലർ ഗ്യാസിനോടുള്ള കെമിക്കൽ അഫിനിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ കൊറോഷൻ ബൈ ഗ്യാസസ് അതർ ദാൻ ഓക്സിജൻ എന്ന് പറയുന്നത്. ഒരു മെറ്റാലിക് കോമ്പൗണ്ടിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടെങ്കിൽ ഫർദർ കൊറോഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
Then the third one, liquid metal corrosion. It occurs due to the action of flowing liquid metal at high temperatures on another solid metal or alloy. The liquid metal may either dissolve the solid metal or penetrate into the solid metal, thereby causing a weakening of the solid metal. അതായത് എന്താ പറയണത്, ഇവിടെ നമ്മുടെ ഒരു സോളിഡ് മെറ്റലോ അല്ലെങ്കിൽ അലോയിൻ്റെ മുകളിൽ കൂടെ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽ അതിൻ്റെ ലിക്വിഡ് ഫോമിൽ ഈ നമ്മുടെ സോളിഡ് മെറ്റലോ അലോയിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ലിക്വിഡ് മെറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോളിഡിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ലിക്വിഡ് മെറ്റലിന് ആ സോളിഡ് മെറ്റലിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് കോസസ് വീക്കനിങ് ഓഫ് ദ മെറ്റൽ. ഇതാണ് ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. ഐ റിപ്പീറ്റ്, ഒരു സോളിഡ് മെറ്റൽ ഓർ ഒരു അലോയിൻ്റെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു മെറ്റൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യും, ഈ സോളിഡ് മെറ്റൽ അലോയിൻ്റെ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് മെറ്റൽ ഐദർ ഡിസോൾവ് ദ സോളിഡ് മെറ്റൽ അല്ലെങ്കിൽ ആ സോളിഡ് മെറ്റലിൻ്റെ ഉള്ളിലോട്ട് അത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സോളിഡ് മെറ്റലിനെ വീക്കൻ ചെയ്യും. ഇതാണ് ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ഓർ വെറ്റ് കൊറോഷൻ. This kind of corrosion occurs in the presence of water or a conducting liquid. It involves the formation of separate anodic and cathodic areas in the presence of a conducting medium. The electrons set free at the anode flow through the metal and are consumed in the cathodic reaction. Thus, corrosion always occurs at the anodic areas. Such corrosion can occur when a conducting liquid is in contact with the metal or when another metal or alloy is dipped partially along with the metal in a solution. Next one is നമ്മൾ പറഞ്ഞു ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ അല്ലെങ്കിൽ വെറ്റ് കൊറോഷൻ. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് എന്താ മനസ്സിലായത്, വെറ്റ് കൊറോഷൻ. നേരത്തെ പറഞ്ഞത് ഡ്രൈ കൊറോഷൻ. ഡ്രൈ കൊറോഷൻ നമ്മൾ പറയുമ്പോൾ അതിലെന്താണ്, എന്താ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് വെറ്റ് കൊറോഷൻ. ഈ കൊറോഷൻ ഒരു വാട്ടറോ ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡിൻ്റെ പ്രസൻസിൽ മാത്രമേ നടക്കുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡിൻ്റെ പ്രസൻസിലാണ് നടക്കുക. ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് ആനോഡിക്കും കാത്തോഡിക് ഏരിയാസ് ഫോം ചെയ്യും. എന്നിട്ട് ആനോഡിലെ ഇലക്ട്രോൺസ് ഫ്രീ ആയിക്കൊണ്ടിരിക്കും. ഇവർ ഈ മെറ്റലിലൂടെ മൂവ് ചെയ്തിട്ട് കാത്തോഡിക് ഏരിയാസിൽ വന്ന് കൺസ്യൂം ചെയ്യും. അങ്ങനെ ആനോഡിക് ഏരിയാസിൽ കൊറോഷൻ സംഭവിക്കും. ഇങ്ങനൊരു കൊറോഷൻ എവിടെ നടക്കുക, ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡ് ഒരു മെറ്റലായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെറ്റൽ അല്ലെങ്കിൽ അലോയ് ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കൊറോഷൻ ഉണ്ടാവുക. അതായത് ഈ കൊറോഷൻ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ഓർ വെറ്റ് കൊറോഷൻ എപ്പോഴാണ് സംഭവിക്കുക, ഒരു വാട്ടർ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ലിക്വിഡിൻ്റെ പ്രസൻസിലാണ് സംഭവിക്കുക. ഒരു കണ്ടക്റ്റിംഗ് മീഡിയം അവിടെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആനോഡിക് ആൻഡ് കാത്തോഡിക് ഏരിയാസ് ഫോം ചെയ്യും. അങ്ങനെ ആനോഡിൽ ഇലക്ട്രോൺസ് ഫ്രീ ആവും. ഒരു മെറ്റലിലൂടെ മൂവ് ചെയ്ത് കാത്തോഡിക് ഏരിയാസിലൊന്ന് കൺസ്യൂം ചെയ്യും. സോ കൊറോഷൻ എവിടെയാണ് നടക്കുക, ആനോഡിക് ഏരിയാസിലും. ഈ കൊറോഷൻ എവിടെ ഒക്കർ ചെയ്യുക, വെൻ കണ്ടക്റ്റിംഗ് ലിക്വിഡ് മെറ്റലായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെറ്റലോ അലോയോ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ. ഈ കൊറോഷൻ ഒരു തിയറി വന്നിട്ടുണ്ട്. ഈ മെത്തേഡ് ഓഫ് കൊറോഷനിലൂടെ, ദാറ്റ് ഈസ് ഇലക്ട്രോകെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ. According to electrochemical theory, corrosion is basically an electrochemical process. For example, rusting of iron. Electrochemical cells are formed on the surface of the metal in presence of oxygen and water containing dissolved carbon dioxide. H2CO3 acts as the electrolytic solution. So, electrochemical theory എന്താ പറയുന്നത്, ഈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സാണ്. അതിന് എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. ആൻഡ് ഈ ഇലക്ട്രോകെമിക്കൽ സെൽസ് എവിടെയാണ് ഫോം ചെയ്യുക, മെറ്റലിൻ്റെ സർഫസിലാണ് ഈ ഇലക്ട്രോകെമിക്കൽ സെൽസ് ഫോം ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ, ഓക്സിജൻ ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ഡിസോൾവ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഒരു മെറ്റലിൻ്റെ സർഫസിൽ ഇലക്ട്രോകെമിക്കൽ സെൽസ് ഫോം ചെയ്യും. ഇവിടെ H2CO3 ആണ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക, അറ്റ് വൺ സ്പോട്ട് ഓഫ് ദ അയൺ ഒബ്ജക്റ്റ് oxidation of iron occurs and that spot behaves as anode. The electrons released move through the metal to another spot and reduce oxygen in presence of H+. This spot acts as a cathode. ഇവിടെ എന്താണ് സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ അറസ്റ്റിംഗ് ഓഫ് അയൺ ആണ് നമ്മൾ എക്സാമ്പിളായി എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇലക്ട്രോകെമിക്കൽ തിയറി വെച്ചിട്ട്,
അയണിൻ്റെ ഒരു സ്പോട്ടിൽ എന്ത് ചെയ്യും, അയണിൻ്റെ ഓക്സിഡേഷൻ സംഭവിക്കും. ആ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആ ഒരു ഏരിയ, ആ സ്ഥലമാണ് നമ്മൾ ആനോഡായിട്ട് ബിഹേവ് ചെയ്യുക. എന്നിട്ട് ആ ഇലക്ട്രോൺ മെറ്റലിലൂടെ മൂവ് ചെയ്തിട്ട് വേറൊരു സ്പോട്ടിൽ പോയിട്ട് റിഡ്യൂസ് ചെയ്യും. ആ സ്പോട്ടിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. ആൻഡ് ആനോഡിക് ആൻഡ് കാഥോഡിക് റിയാക്ഷൻസ് ആർ ഗിവൺ ബിലോ. അറ്റ് ആനോഡ് 2Fe gives 2Fe2 plus 4 electrons, and at cathode O2 plus 4H plus 4 electrons give 2H2O. The cell reaction is 2Fe plus O2 plus 4H plus gives 2Fe2 plus 2H2O. Ion moves through water on the surface of the ion object and further oxidized by atmospheric oxygen to yield rust, which is hydrated ferric hydroxide. നമ്മൾ പറഞ്ഞു അയൺ ഒരു സ്പോട്ടിൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആ സ്പോട്ടിനെ നമ്മൾ ആനോഡായി കണക്കാക്കുന്നു. ദെൻ അത് മൂവ് ചെയ്തിട്ട് വേറെ സ്പോട്ടിൽ പോയി റിഡക്ഷൻ സംഭവിക്കുന്നു. ആ സ്പോട്ട് നമ്മൾ കാഥോഡായി അയക്കുന്നു. അപ്പോൾ എന്താണ്, ആസ് എ റിസൾട്ട് സെൽ റിയാക്ഷനിൽ അവസാനം നമുക്ക് ഫോം ചെയ്യുന്നത് 2Fe2+ ആണ്. ഈ അയൺ എന്ത് ചെയ്യും, വാട്ടറിലൂടെ മൂവ് ചെയ്ത് അയണിൻ്റെ സർഫസിലേക്ക് എത്തും. എന്നിട്ട് അവിടെ നിന്ന് ഫർദർ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ടാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഫോം ചെയ്യുക. അതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 4Fe2 plus 4H2O plus O2 gives 2Fe2O3 plus 8H plus, and this Fe2O3 plus XH2O gives Fe2O3 dot XH2O, that is rust. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയണിൻ്റെ റസ്റ്റിന് നമുക്ക് ഒന്നും കൂടെ എങ്ങനെ പറയാം, അയൺ ഒരു സ്പോട്ടിൽ എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ സംഭവിക്കും. Fe gives Fe2 plus 2 ഇലക്ട്രോൺ. ആ സ്പോട്ട് ആനോഡാവുന്നു. അവിടെ നിന്ന് അതിലൂടെ മൂവ് ചെയ്ത് വേറൊരു ഏരിയയിൽ വന്നിട്ട് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു. അതാണ് കാഥോഡ്. എന്നിട്ട് അവിടെ നിന്ന് അത് വാട്ടറിലൂടെ മെറ്റലിൻ്റെ സർഫസിലോട്ട് മൂവ് ചെയ്യും. സർഫസിലെത്തിയിട്ട് അറ്റ്മോസ്ഫറിക് ഓക്സിജനായിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് റസ്റ്റ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് Fe2O3 dot XH2O. Next one is prevention of corrosion. So methods used to prevent corrosion of the metals are given below. നമുക്ക് corrosion prevent ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് നോക്കാം. First one is barrier protection. So to prevent corrosion, the metal surface is protected from direct contact with the surroundings by coating it with paint, oil, enamel, or a thin protective layer of a corrosion resistant metal. Example, rusting of the iron can be prevented by painting the iron particles or plating them with a more corrosion resistant metal like copper or nickel. So എന്താണ് ബാരിയർ പ്രൊട്ടക്ഷൻ? കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, മെറ്റൽ സർഫസിനെ സറൗണ്ടിങ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. അതായത് മെറ്റലിന് സറൗണ്ടിങ് ആയിട്ട് കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമുക്ക് ആ മെറ്റൽ സർഫസിനെ കോട്ട് ചെയ്യാം ബൈ യൂസിങ് പെയിൻറ്റ്, ഓയിൽ, ഇനാമൽ, അല്ലെങ്കിൽ കൂടുതൽ കൊറോഷൻ റെസിസ്റ്റൻറ്റ് മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യാം. അതായത് മെറ്റൽ സറൗണ്ടിങ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? പെയിൻറ്റ്, ഓയിൽ, കൊറോഷൻ റെസിസ്റ്റൻറ്റ് മെറ്റൽ അങ്ങനെയുള്ളത് വെച്ച് നമുക്ക് കോട്ട് ചെയ്താൽ നമുക്ക് കൊറോഷന് പ്രിവെൻറ്റ് ചെയ്യാം. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അയണിൻ്റെ റസ്റ്റിംഗ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. കൂടുതൽ കൊറോഷൻ റെസിസ്റ്റൻറ്റ് മെറ്റലായ കോപ്പറോ നിക്കൽ വെച്ച് നമുക്ക് കോട്ടിംഗ് നടത്തിയാൽ നമുക്ക് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാം. Second one is sacrificial protection. The corrosion of a metal can be prevented by covering its surface with a layer of more active metal like zinc, magnesium or aluminium. The more active metal acts as anode and iron acts as the cathode. In the electrochemical cell setup, the more active metal thus loses electron preferentially to go into its ionic state, thereby preventing the loss of electrons from iron. The same thing, sacrificial protection എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ മെറ്റലിൻ്റെ സർഫസിനെ കൂടുതൽ ആക്റ്റീവ് മെറ്റലായ സിങ്ക്, മെഗ്നീഷ്യം, അലുമിനിയം ഇങ്ങനെയുള്ള ആക്റ്റീവ് മെറ്റൽ കൊണ്ട് ഒരു മെറ്റലിൻ്റെ സർഫസിനെ കവർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ആക്റ്റീവ് മെറ്റലായിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുക, നമ്മുടെ അയൺ കാഥോഡായി ആക്ട് ചെയ്യും. കാരണം മെറ്റലിൻ്റെ സർഫസിൽ ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ ഉണ്ടാവുമല്ലോ, അവിടെ അയൺ ആനോഡായി ആക്ട് ചെയ്യേണ്ട പകരം നമ്മൾ ഈ ആക്റ്റീവ് മെറ്റൽസ് കൊണ്ട് കോട്ട് ചെയ്താൽ ഇങ്ങനെയുള്ള ഈ ആക്റ്റീവ് മെറ്റൽസ് ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് പോകുന്നത് ഈ ആക്റ്റീവ് മെറ്റലിൽ നിന്നായിരിക്കും, എന്നിട്ട് അവർ അയോണിക് സ്റ്റേറ്റിൽ പോകും. അപ്പോൾ മൊത്തത്തിൽ എന്ത് സംഭവിക്കും, അയണിന് ഇലക്ട്രോൺസ് ലൂസ് ആവില്ല, ആക്റ്റീവ് മെറ്റലിൽ നിന്നായിരിക്കും അയോൺസ് പോവുക.
അങ്ങനെ നമുക്ക് കൊറോഷനെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. Then the covering metal get consumed in the course of the time, but as long as it is present, even the nearby exposed surface of iron do not rust. The process of covering iron particles with a thin layer of zinc is called galvanization. അതായത് നമ്മളൊരു മെറ്റൽ വെച്ച് കോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് കാലക്രമേണ അത് ഫുൾ ടൈം അതവിടെ ഉണ്ടാവില്ലല്ലോ, അത് കൺസ്യൂം ചെയ്ത് അത് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന വരെ അയണിനെ റസ്റ്റിംഗ് നിന്ന് നമുക്ക് തടയാം. ആൻഡ് അയൺ പാർട്ടിക്കിൾസിനെ റസ്റ്റിംഗ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിങ്കിൻ്റെ ലെയർ വെച്ച് കവർ ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് പ്രോസസ്, ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഓർ കാഥോഡിക് പ്രൊട്ടക്ഷൻ. The metal to be protected is connected to a more active metal either directly or through a wire. For example, for protecting underground iron pipes from corrosion, they are connected to more active magnesium or zinc plates buried in the subsoil water nearby. The iron object acts as a cathode, whereas a protecting active metal acts as an anode and loses electron preferentially. The anode gets consumed gradually, but as long as some of it is present, the iron pipe is protected from rusting. ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ എന്താണ്? സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, സിറ്റുവേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷനിൽ എന്താ ചെയ്യുക, നമ്മുടെ മെറ്റലായിട്ട് ഏത് മെറ്റലാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ നമ്മൾ മോർ ആക്റ്റീവ് മെറ്റലായിട്ട് ഒന്നിനെയും ഡയറക്റ്റ്ലി കണക്ട് ചെയ്യും, ഈ ഒരു വയറിലൂടെ കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് അയൺ പൈപ്പ്സിനാണ് എക്സാമ്പിളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ആക്റ്റീവ് മെറ്റൽസായ മെഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് വെച്ചിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ആക്റ്റീവ് മെറ്റൽസ് ആനോടെ ആക്ട് ചെയ്യും, അയൺ കാഥോടെ ആക്ട് ചെയ്യും, ഇലക്ട്രോൺസ് പോകുന്നത് ആക്റ്റീവ് മെറ്റൽസിലായിരിക്കും. അപ്പോൾ ഈ ആക്റ്റീവ് മെറ്റൽസ് ഉള്ളവരെ നമുക്ക് റസ്റ്റിംഗ് നിന്ന് അയൺ പൈപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ദെൻ ദ ലാസ്റ്റ് മെത്തേഡ് ഈസ് യൂസ് ഓഫ് ആൻറ്റി-റസ്റ്റ് സൊല്യൂഷൻസ്. Anti-rust solutions, which are alkaline phosphate and alkaline chromate solution, are used in car radiators to prevent the rusting of the iron parts of the engine. This prevent the availability of H+ ions and thereby prevent rusting. Further, when an alkaline phosphate solution is used, an insoluble sticky layer of iron phosphate is formed on the surface of iron, which protects iron from the action of surroundings. അപ്പോൾ ആൻറ്റി-റസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സ് അല്ലെങ്കിൽ ആൽക്കലൈൻ ക്രോമേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ ആൻറ്റി-റസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷൻ നമ്മൾ കാറിൻ്റെ റേഡിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അവിടെ എൻജിനിൽ ഒരുപാട് അയണിൻ്റെ പാർട്സ് ഉണ്ട്. സോ ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട്, ഇങ്ങനെയുള്ള ആൻറ്റി-റസ്റ്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അയണിൻ്റെ റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്താൽ അവരെന്ത് ചെയ്യും, H+ അവൈലബിലിറ്റിയെ കുറയ്ക്കും, പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇനി ചില സമയത്ത് നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്താൽ അവിടെ ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സ്റ്റിക്കി ലെയറുള്ള അയൺ ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഇതും ആ അയണിനെ സറൗണ്ടിങ് ആക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. സോ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കൊറോഷനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. സോ കൊറോഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ബൈ റിയാക്ടിങ് വിത്ത് ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ. 2 ടൈപ്പ് കൊറോഷൻ ഉണ്ട്, ഡയറക്റ്റ് കെമിക്കൽ കൊറോഷൻ ഓർ ഡ്രൈ കൊറോഷൻ, ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ഓർ വെറ്റ് കൊറോഷൻ. അല്ല 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് കെമിക്കൽ കൊറോഷനിൽ ഡ്രൈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോയ്സ്ചറിൻ്റെ ആബ്സെൻസിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കൊറോഷൻ ഉണ്ടാവുന്നതാണ്. അതിൽ ഓക്സിഡേറ്റീവ് കൊറോഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ലോവർ ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ മെറ്റൽ ഓക്സിജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. ആൽക്കലി ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ് ലോ ടെമ്പറേച്ചറിലായിരിക്കും ഓക്സിഡൈസ് ചെയ്യുക, വേറെ മെറ്റൽസൊക്കെ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. ഇനി കൊറോഷൻ ബൈ ഗ്യാസസ് അതർ ദാൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റൽ ഓക്സിജൻ അല്ലാത്ത വേറെ ഗ്യാസസ് ലൈക്ക് ഹാലോജൻസ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഇവരുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള കൊറോഷനാണ്. ദെൻ ലിക്വിഡ് മെറ്റൽ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റലിൽ ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിലൂടെ ഒരു സോളിഡ് മെറ്റലിലോ ഒരു അലോയിലൂടെ പാസ് ചെയ്താൽ ഈ ലിക്വിഡ് മെറ്റൽ ഒന്നില്ലെങ്കിൽ ആ സോളിഡ് മെറ്റലിനെ ഡിസോൾവ് ചെയ്യും, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയി ആ സോളിഡിനെ വീക്കൻ ചെയ്യും. അതാണ് ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. then ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ എന്താ പറഞ്ഞ, ഒരു വാട്ടർ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് മീഡിയത്തിലൂടെയാണ് ഈ കൊറോഷൻ നടക്കുക. ഇവിടെ സെപ്പറേറ്റ് ആനോഡിക് കാഥോഡിക് ഏരിയാസ് ഫോം ചെയ്യും. ആനോഡിൽ ഇലക്ട്രോഡ്സ് ഫ്രീ ആയിട്ട് മെറ്റലിലൂടെ ഫ്ലോ ചെയ്യും, എന്നിട്ട് കാഥോഡിൽ വന്ന് റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെ ആനോഡിക് ഏരിയാസിൽ കൊറോഷൻ നടക്കും.
അതിനാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ എന്ന് പറയുന്നത്. റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചത് കൊറോഷനെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പെയിൻറ്റ്, ഓയിൽ അങ്ങനെയുള്ള സംഭവം വെച്ച് കോട്ട് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ മോർ ആക്റ്റീവ് മെറ്റൽസ് കൊണ്ട് കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു തന്നെയാണ്. ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ മെറ്റലിനെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു വയറിലൂടെ മോർ ആക്റ്റീവ് മെറ്റൽസിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ആൻറ്റിറസ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ വേറെ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ആൻഡ് ആൽക്കലൈൻ ക്രോമേറ്റ് സൊല്യൂഷനാണ്. മെയിൻലി കാർ റേഡിയേറ്റേഴ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം എഞ്ചിനിൽ ഒരുപാട് അയൺ പാർട്സ് ഉണ്ട്, അവർ റസ്റ്റിംഗ് തടയാൻ വേണ്ടിയിട്ട്. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. താങ്ക് യു. നമ്മുടെ ഇലക്ട്രോകെമിസ്ട്രി ചാപ്റ്റർ കഴിഞ്ഞു.